മുടിയുടെ ഉള്ളു കൂട്ടാനായിട്ട്, മുടിക്ക് നല്ല നീളം വെക്കാനായിട്ട്, നല്ല കട്ടി ഉണ്ടാവാനായിട്ടൊക്കെ ആയുർവേദത്തിൽ ചില പരിഹാരങ്ങൾ പറയുന്നുണ്ട്. ആയുർവേദം അനുസരിച്ചിട്ടുള്ള ഈ പരിഹാരങ്ങൾ നമ്മുടെ മുടിയിൽ ചെയ്യുകയാണെങ്കിൽ വളരെ വേഗത്തിൽ നമുക്ക് മുടി വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല ആയുർവേദം പറയുന്ന ഈ കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് പ്രത്യേകിച്ച് പണച്ചെലവൊന്നുമില്ല. നമ്മുടെ വീട്ടിലിരുന്ന് നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ആയുർവേദത്തിൽ മുടി വളർത്താനായിട്ട് പറയുന്നത്. അതെന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. ആയുർവേദം അനുസരിച്ച് മുടി വളരുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് മസാജ് കൊടുക്കുക എന്നുള്ളത്. നമ്മുടെ സ്കാൽപ്പിൽ നല്ല രീതിയിൽ മസാജ് കൊടുക്കുക. മസാജ് കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ച് എണ്ണ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. അധികമൊന്നുമല്ല, 4-5 ഡ്രോപ്സ് എണ്ണ കയ്യിലെടുത്തിട്ട് വേണം നമ്മൾ സ്കാൽപ്പ് മസാജ് ചെയ്യാനായിട്ട്. നമ്മുടെ സ്കാൽപ്പിൽ ഒരു സെബം സ്വയമേ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഡ്രൈ ആയിട്ടുള്ള സ്കാൽപ്പുള്ള ആളുകൾക്ക് ആ സെബത്തിൻ്റെ ഉൽപ്പാദനം വളരെ കുറവായിരിക്കും. അവരുടെ സ്കാൽപ്പിന് ആവശ്യത്തിനുള്ള ആ ഒരു എണ്ണമയം ആ ഒരു ഡ്രൈ സ്കിന്നായിട്ടുള്ള ആളുകൾക്ക് കിട്ടില്ല. അല്ലാതെ ഓയിൽ സ്കിന്നായിട്ടുള്ള ആളുകൾക്ക് ആ സെബത്തിൻ്റെ ഉൽപ്പാദനം കൂടുതലായിരിക്കും. അപ്പോൾ എണ്ണ വെക്കാതെ തന്നെ അവരുടെ സ്കാൽപ്പിൽ നല്ല എണ്ണമയം ഉണ്ടാവും. അങ്ങനെയുള്ള ആളുകൾ ഡെയിലി മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ എണ്ണ എടുക്കണം എന്നില്ല. എന്നാലും 1-2 ഡ്രോപ്പ് എണ്ണ നമ്മുടെ കൈക്ക് ആ ഒരു ഒഴുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുള്ള ആളുകൾ ആ ഒരു സ്കാൽപ്പിൽ നമ്മൾ മസാജ് ചെയ്യുമ്പോൾ ഒരു 3-4 ഡ്രോപ്സ് എണ്ണ എടുത്ത് കയ്യിൽ തേച്ചിട്ട് വേണം നമ്മൾ മസാജ് ചെയ്യാനായിട്ട്. എല്ലാ ദിവസവും ഒരു 10 മിനിറ്റോളം നമ്മുടെ സ്കാൽപ്പിൽ മസാജ് കൊടുക്കണമെന്നാണ് ആയുർവേദത്തിൽ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്കാൽപ്പിൽ നല്ല രക്തയോട്ടം ഉണ്ടാവുകയും മുടി വേഗത്തിൽ വളരാനായിട്ട് അത് സഹായിക്കുകയും ചെയ്യും. മസാജ് കൊടുക്കുമ്പോൾ വളരെ പതിയെ വേണം നമ്മൾ കൊടുക്കാനായിട്ട്. കുറച്ച് അമർത്തി കൊടുക്കണം. നമ്മുടെ വിരൽ കുറച്ച് അമർത്തുന്നതായിരിക്കണം ഇരിക്കുന്നത്. എന്നാൽ അത് പതുക്കെ ആയിരിക്കണം ചെയ്യുന്നത്. വളരെ വളരെ സ്ലോയിൽ വേണം നമ്മൾ ആ ഒരു മസാജ് ചെയ്യാനായിട്ട്. കാരണം തീരെ ചെറിയ മുടികളൊക്കെ കിളുത്ത് വരുന്ന ഒരു സമയമായിരിക്കും. ആ മുടിയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ മസാജ് കൊടുക്കാനായിട്ട്. വളരെ പെട്ടെന്ന് ധൃതി പിടിച്ചിങ്ങനെ ചെയ്ത് അങ്ങനെ പോകരുത്. അങ്ങനെയാകുമ്പോൾ മുടി കൊഴിച്ചിൽ കൂടുകയാണ് ചെയ്യുന്നത്. അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് ഹോട്ട് ഓയിൽ മസാജ് കൊടുക്കുക എന്നുള്ളതാണ്. ഹോട്ട് ഓയിൽ എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നിങ്ങൾക്കറിയാമായിരിക്കും. ഞാനൊന്ന് പറയാം. അതായത് നമ്മൾ ചൂടുള്ള വെള്ളത്തിനകത്തേക്ക് നമുക്ക് ആവശ്യമുള്ള കുറച്ച് ഓയിൽ എടുത്തിട്ട് ആ വെള്ളത്തിനകത്തേക്ക് ഇറക്കി വെക്കുക. ആ ഓയിലൊന്ന് പതിയെ ചൂടായി വരുമ്പോൾ നമുക്കതെടുത്ത് നമ്മുടെ സ്കാൽപ്പിൽ മസാജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അധികം ചൂടൊന്നും പാടില്ല കേട്ടോ. വളരെ വളരെ മൃദുവായിട്ടുള്ള ഒരു ചൂടാണ് അതിന് പാടുള്ളൂ. ഇനി അങ്ങനെ മസാജ് കൊടുക്കാൻ താല്പര്യമില്ലെങ്കിൽ എന്ത് ചെയ്യാം? നമ്മുടെ കയ്യിൽ കുറച്ച് എണ്ണ എടുക്കുക. കുറച്ച് ഡ്രോപ്സ് മാത്രം എണ്ണ എടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ കൈ ചൂടാക്കുക. കൂട്ടിത്തിരുമ്മി ചൂടാക്കുക. അങ്ങനെ ചൂടാക്കിയിട്ട് നമ്മുടെ സ്കാൽപ്പിലേക്ക് ആ വിരൽ ഉപയോഗിച്ചിട്ട് നമ്മൾ മസാജ് കൊടുക്കുക. അങ്ങനെ ചെയ്യുന്നതൊക്കെ നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ്. പക്ഷെ അത് നമ്മൾ ആഴ്ചയിൽ 2-3 ദിവസം മാത്രം കൊടുത്താൽ മതിയാകും. അതേപോലെ തന്നെ നമ്മൾ ഈ സ്കാൽപ്പിൽ മാത്രം ഓയിൽ കൊടുത്താൽ പോരാ എന്നാണ് ആയുർവേദത്തിൽ പറയുന്നത്. നമ്മുടെ മുടിയുടെ അഗ്രഭാഗത്തും എണ്ണ തേച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ സ്കാൽപ്പിൽ തേക്കുന്നതോടൊപ്പം തന്നെ മുടിയുടെ അടിസൈഡിലും നമ്മൾ നല്ല രീതിയിൽ എണ്ണ തേച്ച് നമ്മുടെ കൈവിരൽ കൊണ്ടൊക്കെ ഒന്ന് ആ ഒരു മുടിയൊന്ന് നന്നായിട്ടൊന്ന് മസാജ് ചെയ്തൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ്. കൈ നന്നായിട്ട് ചൂടാക്കിയിട്ട്, അതായത് 2 കൈയും തമ്മിൽ കൂട്ടിത്തിരുമ്മി ചൂടാക്കിയിട്ട് മുടിയുടെ അറ്റഭാഗത്ത് വെച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അങ്ങനെയാണെങ്കിൽ മുടി പൊട്ടിപ്പോകുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാനൊക്കെ ആയിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് എല്ലാ ദിവസവും എസൻഷ്യൽ ഓയിലൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അതുകൊണ്ടൊന്നും നമുക്കൊരു ദോഷവുമില്ല. അതേപോലെ തന്നെ ആയുർവേദം അനുസരിച്ച് പറയുന്നത് എല്ലാ ദിവസവും മുടി കുളിക്കണം എന്ന് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഹെയർ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്തിട്ടുള്ള ആളുകളാണെങ്കിൽ, അതായത് നിങ്ങളുടെ മുടി സ്ട്രെയിറ്റെയിൻ ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റ് കെരാറ്റിൻ ട്രീറ്റ്മെൻറ്റ് പോലെയുള്ള ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അവർ പറയുന്ന അനുസരിച്ചിട്ട് നിങ്ങളുടെ മുടി വാഷ് ചെയ്താൽ മതി. അവർ പറയുന്നത് 2 ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഇത്ര ദിവസം എന്നൊക്കെ ഓരോ പാർലറുകാരും ഓരോ കണക്കുകൾ പറയാറുണ്ട്. അപ്പോൾ അത് അവർ പറയുന്ന അനുസരിച്ച് ചെയ്യുക. കാരണം അവർ ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു ട്രീറ്റ്മെൻറ്റിന് എടുത്തിരിക്കുന്ന ആ ഓരോ കാര്യങ്ങൾക്കനുസരിച്ചിട്ടായിരിക്കും അവരതൊക്കെ പറയുന്നത്. അങ്ങനെ ചെയ്താൽ മാത്രമാണ് അത് ലാസ്റ്റ് ചെയ്യുള്ളൂ. അങ്ങനെയൊന്നും ചെയ്യാത്ത ആളുകൾ എല്ലാ ദിവസവും തലമുടി വാഷ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത് എന്ന് ആയുർവേദം പറയപ്പെടുന്നു.
അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എല്ലാ ദിവസവും നമ്മൾ എണ്ണ വെച്ച് തന്നെ കുളിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പക്ഷേ അമിതമായിട്ടുള്ള എണ്ണയല്ല കേട്ടോ. അമിതമായിട്ട് നമ്മൾ എണ്ണ വെച്ചിങ്ങനെ നമ്മുടെ മുടി ഷാമ്പു ചെയ്യാതെയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അത് നമ്മുടെ മുടിക്ക് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. നമ്മുടെ മുടി ഒന്ന് ഒതുങ്ങി കിട്ടുക, അതിന് വേണ്ടിയിട്ടുള്ള എണ്ണ മാത്രമാണ് നമ്മൾ ഉപയോഗിക്കാവുള്ളൂ. അതിന് ഏതാനും ഡ്രോപ്സുകൾ മാത്രം മതിയാകും. പിന്നെ നമ്മൾ എല്ലാ ദിവസവും മുടി കോംബ് ചെയ്യാൻ പറയുന്നുണ്ട്. എല്ലാ ദിവസവും നമ്മളത് ഈ മസാജ് ചെയ്യുന്ന സമയമില്ലേ, ആ സമയത്ത് നമ്മൾ മുടി കോംബ് ചെയ്യാനും കൂടെ നോക്കുക. അപ്പോൾ എല്ലാ ദിവസവും മുടി കോംബ് ചെയ്യുക, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതേപോലെ തന്നെ നമ്മൾ ഹെയർ മാസ്കുകളും ഹെയർ പാക്കുകളൊക്കെ മുടിയിൽ ഉപയോഗിക്കുമ്പോൾ അതിന് ഇടവേള കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പോൾ ഈ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഹെയർ പാക്കുകളൊക്കെ മിക്കവാറും ഈ യൂട്യൂബിലൊക്കെ കാണുന്നതാണല്ലോ പലരും ഉപയോഗിക്കുന്നത്. അതൊക്കെ നമ്മൾ മുടിക്ക് നല്ലത് തന്നെയാണ്. പക്ഷേ എല്ലാ ദിവസവും അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരാഴ്ച എടുക്കുകയാണെങ്കിൽ 5 ദിവസവും നമ്മൾ ഹെയർ പാക്ക് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അത് നല്ലതല്ല. നമ്മൾ ഒരാഴ്ച എന്തെങ്കിലുമൊക്കെ ഒരു ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം അത്രയും ദിവസം നമ്മൾ ഉപയോഗിച്ച അത്രയും ദിവസം തന്നെ നമ്മുടെ മുടി നമ്മൾ വെറുതെ വിടാനും കൂടെ നോക്കുക. അപ്പോൾ ഇടവേളകൾ കൊടുക്കുക, അത് നല്ല രീതിയിൽ തന്നെ ഇടവേളകൾ കൊടുക്കുക. അല്ലാതെ നമ്മളിങ്ങനെ ഹെയർ ട്രീറ്റ്മെൻറ്റുകൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുടിക്ക് അത് ദോഷം ചെയ്യും. ആ മുടിക്ക് താങ്ങാൻ പറ്റുന്ന ഒരു കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ ഇപ്പോൾ ഒരു ചെടിക്കാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ കൃഷി ചെയ്യുന്ന ഏത് കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിലും നമ്മൾ വളമിട്ട് കൊടുത്തു കഴിയുമ്പോൾ പിന്നെ നമ്മൾ എല്ലാ ദിവസവും വളമിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലേ. നമ്മൾ അവർക്ക് ആവശ്യമുള്ള സമയത്ത് വളമിട്ട് കൊടുത്തിട്ട് പിന്നെ അവരെ നമ്മൾ വളരാനായിട്ട് അനുവദിക്കുക എന്നുള്ളതാണ്. അവരുടെ അടുത്ത് എല്ലാ ദിവസവും നമുക്ക് ചെല്ലാം, ചെറിയ ചെറിയ പരിചരണങ്ങളൊക്കെ കൊടുക്കാം. അതിനപ്പുറത്തേക്ക് നമ്മൾ വീണ്ടും വീണ്ടും വളമിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഹെയർ മാസ്കുകളും ഹെയർ പാക്കുകളൊക്കെ. നമ്മളത് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് കുറച്ച് ദിവസം നമ്മുടെ മുടിയെ വെറുതെ വിടുക. എന്നിട്ട് അടുത്ത് നമ്മൾ 1 വീക്കൊക്കെ കഴിഞ്ഞ് അടുത്തൊരു ഇടവേള കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളത് ഒന്നും കൂടെ ചെയ്ത് കൊടുക്കുക. അങ്ങനെയൊക്കെയാണ് നമ്മുടെ മുടിയിൽ ഹെയർ പാക്കുകളും ഹെയർ മാസ്കുകളും ഒക്കെ ഉപയോഗിക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ ഹെയർ പാക്കുകളും ഹെയർ മാസ്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇപ്പോൾ ധാരാളം നമ്മളിങ്ങനെ മേടിക്കുന്ന ഹെയർ മാസ്കുകളൊക്കെ ഉണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ എപ്പോഴും നല്ലത് പാർശ്വഫലങ്ങൾ ഇല്ലാതെ ഇരിക്കുന്നത് നമ്മൾ ഔഷധ സസ്യങ്ങളൊക്കെ മുടിയിൽ ഉപയോഗിക്കുമ്പോഴാണ്. അത് ആയുർവേദം പ്രത്യേകമായിട്ട് തന്നെ പറയുന്നുണ്ട്. നമുക്ക് നാച്ചുറൽ അല്ലാതെ നമുക്ക് ഈ ബോട്ടിലൊക്കെ ഹെയർ പാക്കുകളും ഹെയർ മാസ്കുകളൊക്കെ കിട്ടുന്നത് അതിന് ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ള പാർശ്വഫലങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്. ഇപ്പോൾ നമുക്കൊരു കുറച്ച് ഗുണം നൽകുന്നുണ്ട് എങ്കിലും ഭാവിയിലേക്ക് അത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് അത്ര നല്ലതായിട്ട് വരണം എന്നില്ല. എന്നോർത്തുകൊണ്ട് അത് മോശമാണ് എന്ന് ഞാൻ അഭിപ്രായം പറയുന്നില്ല. പക്ഷേ ഒരു പാർശ്വഫലങ്ങളും ഇല്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത് സാധാരണ ഔഷധ സസ്യങ്ങളിൽ നിന്നാണ്. അതായത് നമ്മുടെ ചുറ്റുവട്ടത്തും കാണുന്ന പല സസ്യങ്ങളുമുണ്ടല്ലോ. തുളസി, അതേപോലെ തന്നെ ചെമ്പരത്തി, ചെത്തി, മറ്റ് താളികൾ, അതേപോലെ തന്നെ കയ്യുന്യം, അങ്ങനെയുള്ള ആ സസ്യങ്ങളുടെയൊക്കെ ഇലകളൊക്കെ ഉപയോഗിച്ചിട്ട് ഹെയർ പാക്കുകളും ഹെയർ മാസ്കുകളും ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് യാതൊരു രീതിയിലുള്ള പാർശ്വഫലങ്ങളും ഇല്ല. അത് നമ്മുടെ മുടി വളർച്ചയെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉപയോഗിക്കാനാണ് ആയുർവേദം പറയുന്നത്. അതേപോലെ സമീകൃത ആഹാരം അതൊരു ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ ശരീരത്തിന് ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമല്ലേ നമ്മുടെ മുടിക്കും ഒക്കെ നമുക്ക് ആരോഗ്യം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അത് ആരോഗ്യം എന്ന് ഉദ്ദേശിക്കുന്നത് പൊണ്ണത്തടിയോ ഭയങ്കര വലുപ്പമോ ഒന്നും അല്ല. നമ്മുടെ ശരീരത്തിന് പൂർണ്ണ ആരോഗ്യമുണ്ടായിരിക്കുക, നമുക്ക് ശരീരത്തിൽ എല്ലാ വൈറ്റമിൻസും ഉണ്ടായിരിക്കുക. അങ്ങനെ ഏതെങ്കിലും ഒരു വൈറ്റമിൻസിൻ്റെ കുറവ് മൂലം ആദ്യം ഉണ്ടാകുന്ന ലക്ഷണം എന്ന് പറയുന്നത് മുടി കൊഴിച്ചിലാണ്. അപ്പോൾ അങ്ങനെയുള്ള വൈറ്റമിൻസൊക്കെ നമ്മുടെ ശരീരത്തിലുണ്ട് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെ നമുക്ക് ഹോർമോൺ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിന് കറക്റ്റായിട്ട് ഡോക്ടറിനെയൊക്കെ പോയി കണ്ട് അതിനുള്ള മെഡിസിൻസൊക്കെ നമ്മൾ ഉപയോഗിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുന്നത് മുഖാന്തരമാണ് നമുക്ക് മുടി വളർച്ച നല്ല രീതിയിൽ നടത്തിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആയുർവേദം പറയുന്ന ഈ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ മുടി വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളൊന്ന് മനസ്സിലാക്കി നമ്മുടെ ഒരു സ്വയമായിട്ട് നമ്മളൊന്ന് ചിന്തിച്ച് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ചിന്തിക്കുമ്പോൾ തന്നെ ഇത് എത്രമാത്രം കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് മനസ്സിലാകുന്നുണ്ടായിരിക്കും. എല്ലാവരും ഫോളോ ചെയ്യുക. വീണ്ടും നമുക്ക് അടുത്ത് നല്ലൊരു വീഡിയോയുമായിട്ട് കാണാം. താങ്ക്